ഹായ് ഫ്രണ്ട്സ്, ഹലോ. തോറാക്കടല്ലേ വെയിലാരി അപ്പോള് നമ്മള് പുറത്തു പോകണം. എന്ത് കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സപ്ലിയുടെ ഫീസ് ഒരെണ്ണം എടുക്കാറായിട്ടുണ്ട്. അപ്പം അതിനിറങ്ങാൻ പോണെയാണ്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ജോലി എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടേ വരത്തുള്ളൂ. കാരണം കാശില്ല കയ്യിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോകണം. അപ്പോൾ ഞാനിപ്പോൾ അതും കൂടി സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ലക്ഷ്യം ഫോറമാൾ ആൻഡ് ലുലു മാളാണ്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് വരും. ഇപ്പോൾ ഈ ഡ്രസ്സ് ഇടാൻ പോകണത് മേക്കപ്പ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ത്വരകരയുടെ റെഡിയായി തുടങ്ങിയിട്ടേ ഉള്ളൂ. വെയിലാണ്, ഉച്ചയായി. എന്നാലും വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് എത്തുമായിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോകണം, റെഡിയാകാൻ പോകണം. ഇന്നലെ ഭയങ്കര ബിരിയാണി കഴിച്ചു. ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ബിരിയാണിയൊക്കെ തന്നായിരുന്നു. കാറ്ററിംഗ് സർവീസിന് ബാക്കി വന്ന ബിരിയാണിയാണ്. അത് ഇന്നലെയും കഴിച്ച്, ഇന്ന് രാവിലെയും കഴിച്ച്. ഇപ്പോഴേ ഗ്യാസ് കയറണം ബിരിയാണി വെച്ചിട്ട്. അപ്പോൾ റെഡി ആയിട്ട് വരാം, സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടൊക്കെ വരാം. ഫുൾ ടൈം ജോലിയാണ് നോക്കാം, അത് പാർട്ട് ടൈം അല്ല. കിട്ടിയാൽ നല്ല കാര്യം. പോയിട്ട് വരണ്ട. ഇറങ്ങി അല്ല, നടന്നാൽ മതിയ കാര്യമായിട്ട്. ബായ്. പല്ല് വേദന എടുക്കണേ എനിക്ക്. ഞാനിപ്പോൾ അവിടേക്ക് എത്തിയിട്ട് ഞാൻ കാണിക്കാം. മെട്രോനാണ് പോകുന്നത്. ലുലുമാള കഴിഞ്ഞ് മെട്രോനാണ്. ഫോറമാളേക്ക് മെട്രോ ഇല്ല, അപ്പോൾ ബസ്സിന് തന്നെ പോകണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ എടുക്കാം. തരാം, ബൈ ബൈ. പ്രാർത്ഥിക്കണം. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെയാണ് നമ്മളുടെ വീഡിയോ നിർത്തി വെച്ചത്. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തായിരുന്നു. ഇന്നലെ നമ്മൾ ജോലി സ്ഥലം നോക്കാൻ പോയിട്ട് ജോലി കിട്ടി. 3 സ്ഥലത്ത് വരാൻ പറഞ്ഞു. മാക്ഡൊണാൾഡ്സിൽ, KFCയിൽ, ഫോറം മാളിൽ, മാക്ഡൊണാൾഡ്സിൽ, KFCയിൽ, ബർഗർ കിങ്ങിൽ, പിസ്സ ഹട്ടിൽ. തിന്നിടത്തെല്ലാം റെഡിയായി. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോകണില്ല. ബിക്കോസ് ഞാനെല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഞാനിങ്ങനെ ജോലിക്ക് പോകാൻ പോണേന്ന് പറഞ്ഞപ്പോൾ അവർ പറയുവാണ് കയ്യും കാലും തല്ലിടിക്കുന്നില്ല. ഇപ്പം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ സപ്ലിയിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ പോവും. പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല. അങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഗുലാബ് ജാം എടുത്ത് മാറ്റിക്കോ. റിവ്യൂ അടിച്ച് അവിടെ വെച്ചിട്ട് എൻ്റെ മൊത്തം ഉറുമ്പായി. ഉറുമ്പായതല്ലടി, അവക്ക് ഗുലാബ് ജാം കാണുമ്പോ ഹാല. അതുകൊണ്ടാ മനുഷ്യന്റെ കൺട്രോൾ വേണ്ടിട്ട്. അപ്പൊ എന്നിട്ടാണ് എന്റെ സപ്ലിയിലേക്കുള്ള പഠനത്തിനെ ബാധിക്കും. അവിടെ ഞാൻ പോണില്ല. ആട്ടുകാരെ മൊത്തം അറിയിച്ച് ഞാൻ അതിൽ നിന്ന് 2 എടുത്ത് കഴിച്ചായിരുന്നു. 2 ഒരെണ്ണം കഴിച്ചിരുന്നു ഗുലാബ് ജാം. പക്ഷെ വലിയ ടേസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഗുലാബ് ജാം. ഞങ്ങൾ മന്തിയെ കഴിച്ച് വയറിന് അങ്ങോട്ട് ഒരു മത്ത് മേടിച്ചപ്പോൾ ഞാൻ പോയി കഴിച്ച്. ഇന്നല്ല, കുറച്ച് ദിവസം മുമ്പ്. ടേസ്റ്റി. പുതിയ കുരു, പുതിയത്. ചേട്ടന് ഇനി വരുന്ന ഞാൻ പണക്കാരി. ഒരാൾക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോണ പോലെ ഒരാൾക്ക് ഡിസ്നി പോകും. ആരും ഇവിടെ കണ്ണ് വെക്കരുത്. അവളെ ഏട്ടായിയുടെ മോളൂസാ. ഒരാളവിടെ നിന്ന് മറ്റേ മുട കാണിച്ച് തുണിയൊക്കെ എടുക്കുന്നുണ്ട്. എടി, അത് എൻ്റെ ഇരുന്നില്ല. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസൊക്കെ സംസാരിക്കാൻ വരുന്നത്. എനിക്കറിയത്തില്ല. എൻ്റെ കുറേ ഡ്രസ്സ് കാണില്ല ഫ്രണ്ട്സ്. എൻ്റെ കുറേ ഡ്രസ്സ് കാണില്ല. ഞാൻ വിരിച്ചിട്ടതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ
വീഡിയോ ഓണല്ലേ? വീഡിയോ ഓണാണ്. വീഡിയോ ഓണാണ്. ഹായ് കൊടുക്കുക, ഫ്ലൈങ് കിസ് കൊടുക്കുക. അവളെ മറ്റെന്തിട്ടാണ് മേക്കപ്പ് ഇടാതെ ഒന്നും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരത്തില്ല. പക്ഷെ ഞാൻ വരും. ഞാൻ കോൺഫിഡൻസ് ഉള്ള ഗേളാണ്. കുരുവാടി മൊത്തം മുഖത്ത്. പിന്നെ എന്തിട്ടാണ് എനിക്ക് പക്ഷെ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് ആ ജോലിക്ക് കിട്ടിയിട്ട് പോവാതിരുന്നതിന്. ഭയങ്കര വിഷമമുണ്ട്. യൂട്യൂബ് ഇടുമല്ലേ? ഞാനത് ഇടും. ഞാനിത് ഒന്നും ഞാൻ കട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഇതെല്ലാം കാണണം. ഇവൾക്ക് കാണാൻ ഇത്ര ഭംഗിയുണ്ടെന്ന് ഇവള് വായ എടുത്തു കഴിഞ്ഞാൽ തെറിയും തേപ്പും അല്ലാതെ വായ വരത്തില്ല. എപ്പോഴും ഒരുമാതിരി സംസാരം, എപ്പോഴും ഏട്ടായി ഇറങ്ങിയ സീന നോക്കും. അതുകൊണ്ട് ഇവളെ ക്രഷ് അടിച്ച ചെക്കന്മാരൊന്നും കമന്റ് ഇടരുത്. ഏട്ടായി ഏറ്റ കാന്താരിയാണ്. പക്ഷെ കാന്താരനാണ് ഇവിടെ കാന്താരി. ഓ നീ കണ്ടായിരുന്നോ കാന്താര? ഞാൻ റീല് കണ്ടു. ലിപ്സ്റ്റിക് അടിക്കാൻ പോകുമ്പോ ലിപ്സ്റ്റിക് അടിക്കാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ വർത്താനം പറയുമ്പോ അവിടെ കുറച്ചും കൂടി പുറകിലോട്ടായിരുന്നു ആ കസാര. ഇങ്ങോട്ട് നീങ്ങി ഇവള് കടവിൾ പിന്നെ ഇവള് തേറി മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ വായിന്ന് ഇതുവരെ എന്തെങ്കിലും ഒരു വേട്ട സംസാരം കേട്ടിട്ടുണ്ട് ഗൈസ്. അവൻ ഇങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങി കാണത്തില്ല. വേറൊരു സംഭവം ഉണ്ടായി ഗൈസ്. ഒരു ദിവസം ഇവളിങ്ങനെ ഫോണും വിളിച്ചിങ്ങനെ ഇരിക്കലാണ് ഈ സെയിം സ്ഥലത്ത്. അപ്പോൾ ഞാൻ പ്രത്യേകം കാണിച്ചു തരാം. സംശയണ്ടേ? അപ്പൊ ഇവളിങ്ങനെ ഇവിടെ കോള് ചെയ്ത് ഏട്ടായോട് കോള് ചെയ്തിരിക്കണത്. പെട്ടെന്ന് ആ വീടില്ലേ, ആ വെള്ള ജനൽ തുറന്നിട്ടേക്കണാണല്ലോ, അവിടെ അവന്മാർ മറ്റേ കർട്ടൻ ഇട്ടിട്ടില്ല. കർട്ടൻ്റെ ഇതാഴാണ് അവന്മാർ ഇവിടെ കിടക്കണത്. അവിടെ ഒരു മഞ്ഞ ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും ഞങ്ങളുടെ കിച്ചണിൽ നിന്നാണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് ഞങ്ങൾക്ക് അങ്ങാട്. ഇവളെവിടെ നിന്ന് കോൾ ചെയ്യുമ്പോൾ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഒരു ചെറുക്കന് പെട്ടെന്ന് നിക്കറങ്ങ ഒറ്റത്താഴത്ത് വിത്തോട്ട് ജട്ടി. അത് ഇവള് നല്ല അസലായി ക്ലീനായി. ഇപ്പോഴും അവള് പറയും അവന്റെ മുഖം കണ്ട നോക്കും മനസ്സിലാവത്തില്ല, പക്ഷെ കണ്ടാ മനസ്സിലാവും. ശേ ആ തലവേദന എടുക്കണം എനിക്ക് ചിരിച്ചിട്ട്. തലവേദന എടുക്കട്ടെ. ഞങ്ങളുടെ മെട്രോ പോകുന്നുണ്ട് ആ വഴിക്ക്. ഇവിടെ കാണാൻ പറ്റത്തില്ല. വരണോടെ പോകണടാ. പോയി ചെല്ലൻ്റെ അടുത്ത് ചെന്ന് എന്തര് എന്തിനീ പറയണേ? എന്ത് കപ്പി? എൻ്റെ ഏത് ബെസ്റ്റി? ഞങ്ങൾ ബെസ്റ്റിയാ. എവിടെ നിങ്ങൾ എൻ്റെ ഈ വ്യൂവേഴ്സിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം മനസ്സിലാവും. എനിക്ക് ഒരു ബെസ്റ്റി ഉണ്ടായിരുന്നു. എൻ്റെ അവളവളെ ചങ്ക് ഇവളൊക്കെ പാമ്പാണ്, പാമ്പ്. ഇവളൊക്കെ കിങ് കോബ്രയേക്കാളും വിഷമുള്ളവളെ ഇവളൊക്കെ. പക്ഷെ നിനക്ക് എന്തിനടി ഇപ്പൊ അവളെ പറ്റി പറയാൻ? എന്ത് പ്രശ്നമുണ്ട്? എന്തോ പൊട്ടിയിരിക്കുന്നതാണ് കുരു. അതുകൊണ്ട് ഇപ്പതേ അവളെ നിത്യ തെറിയൊക്കെ പറയാൻ എന്തോ. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ക്ലിപ്പിൽ. ഫ്രണ്ട്സ്, നമുക്ക് സന്തോഷത്തിലാണ്, പ്യുവറായിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ബിക്കോസ് എൻ്റെ മുഖത്തയുടെ വീഡിയോ ഇന്നേക്ക് 1000 1.5K അടുത്താവാറായി. അത്രയും പേര് എനിക്ക് അറിയത്തില്ല ആരൊക്കെയാണ് കണ്ടിട്ടുള്ള ഏതൊക്കെ. സന്തോഷമായിട്ടുണ്ട് എന്തായെങ്കിലും. പക്ഷെ അതിൻ്റെ കൂടെ ആരൊക്കെ കണ്ടതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. ഇനി എന്നെ അറിഞ്ഞവരാണോ അറിയാത്തവരാണോ എന്നറിയത്തില്ല. ഇത് പറഞ്ഞാൽ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, ഒന്ന് അത്യാവശ്യം റീച്ചായി കുറച്ച് സബ്സ്ക്രൈബേഴ്സായി കയറണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ അതിലുപരി എന്നെ അറിയണ ആരും കാണരുത് എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. കാരണം ഞാൻ ഇപ്പോഴോട്ടും കോൺഫിഡൻ്റ് ആയിട്ടല്ല ഞാൻ ഒരു കാര്യം ചെയ്യണത്. ഞാൻ ഭയങ്കര എന്നിട്ടാണ്
അവരെന്ത് വിചാരിക്കുക എന്നുള്ള സാധനത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും ഭയങ്കര സ്റ്റക്കായി കിടക്കുന്ന ആളാണ്. പക്ഷേ ഞാനിത് കുറച്ചും കൂടി സീരിയസ് ആയി ഈ വ്ളോഗിങ് പരിപാടിയൊക്കെ എടുത്താലോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ടാണ് 1500 ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഈ കണ്ടിന്യൂസ്ലി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു 1 million ഒക്കെ ആവുമല്ലോ, പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോലിക്ക് നോക്കാൻ പോയ വീഡിയോ, പിന്നെ അത് കഴിഞ്ഞെടുത്ത വീഡിയോ, പിന്നെ ഈ വീഡിയോ ഇതെല്ലാം ഒരുമിച്ചാണ് ഞാൻ ആക്കാൻ പോണത്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ആളാണ് ഞാൻ. ഒരു വീഡിയോ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അത് എന്നിട്ടാണ് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് എടുത്ത് പോവാതെ ഇടക്കിടക്ക് വെച്ച് സ്റ്റോപ്പായി പോണത് ആളാണ് ഞാൻ. എന്ത് പുറകിൽ നിന്നൊരു പിടിച്ച് വരുത്തോട്. പക്ഷേ ഞാൻ ഇടാൻ ശ്രമിക്കാൻ പോണേണ് ഇനി. എല്ലാ വീഡിയോ ഇപ്പോൾ ഒരു മാസത്തിലൊരു 10-20 വീഡിയോസ് ഇങ്ങനെ ഇടണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഓഫീസ് എത്തി കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാപ്പി ഭയങ്കര ഹാപ്പി. അപ്പം ഞാൻ ഈ 2-3 ദിവസം എടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാനത് അറ്റാച്ച് ചെയ്യും. ഇതതിൻ്റെ ലാസ്റ്റ് കിടക്കട്ടെ. പിന്നെ എന്താണ്, ഭയങ്കര സന്തോഷമുണ്ട്, അതിലൊരു ഭയങ്കര ടെൻഷനുണ്ട്. ഇതാരൊക്കെയാണ് കണ്ടിട്ടുള്ളതൊക്കെ കണ്ടു പോണവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും. ഈ 1500 പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവും. ഞാനൊന്ന് ജീവിച്ചു നോക്കട്ടെ. ഇനി എപ്പോഴാണ് ഇനി എന്നിട്ടാണ് 1 million സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നാവും. ശ്രമിച്ചു കഴിഞ്ഞാൽ ആവാത്തതായിട്ടൊന്നുമില്ല. ഞാൻ ശ്രമിക്കുന്നില്ലല്ലോ, അത് ഭയങ്കര പ്രശ്നം തന്നെ. എനിക്ക് ശ്രമിക്കൽ കുറവാണ്, ഭയങ്കരമായിട്ട് ശ്രമിക്കൽ കുറവാണ്. ഞാൻ ഈ അരിവെപ്പാണ്. ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര അരിവെപ്പാണ്. ഞാനിങ്ങനെ കൂട്ടുകാരിനെ കാണിച്ചു കൊടുത്ത്, അമ്മൂനെ കാണിച്ചു കൊടുത്ത്, എടി ഇത്ര ആയടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ദൈവമേ ഇത് ആരൊക്കെയാണ്, ഞാൻ അവളുടെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്, അവളുടെ മാമന്മാരെ ചിറ്റപ്പന്മാരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവള് എന്നെ ആരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പറയത്തൊന്നുമില്ലായിരിക്കും, പക്ഷെ എന്നെ ട്രോളും. എന്തായാലും ഞാൻ ഇനിയും മറ്റേ മുക്കി മൂളി എല്ലാ വീഡിയോയും ഞാനങ്ങനെ ഇടാം. വേറെ എന്തെങ്കിലും പറയാം, പക്ഷെ അതല്ല, ഞാൻ എൻ്റെ എല്ലാ വീഡിയോ എല്ലാം നിങ്ങളാണ്.